ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു ലിങ്കുമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിലെ ഇൻഡീഡിൽ ഒരുപാട് ജോബ്സ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇത് കാണുമ്പോൾ എനിക്കത് ഇടാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അതിൽ ഏതൊക്കെ ജോബ്സാണ്, ഏതൊക്കെ കമ്പനീസാണ് എന്ന് നമുക്കിവിടെ നോക്കാം. അതിൽ ഫസ്റ്റിൽ അർജൻ്റ്ലി ഹയറിംഗ് ആയിട്ടുള്ളത് ഡോഗ് ആൻഡ് ക്യാറ്റ് ഗ്രൂമേഴ്സാണ് വിത്ത് സ്പോൺസർഷിപ്പ് എന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. റുഫൂസ് ആൻഡ് കൊക്കോ എന്നാണ് കമ്പനിയുടെ പേര്. അടുത്തത് സെറാമിക് ആൻഡ് ഫ്ലോർ ടൈലറാണ്. അപ്പോൾ ടൈലൊക്കെ ഇട്ട് പരിചയമുള്ളവരുണ്ടെങ്കിൽ സദേൺ സിറ്റി ബാത്റൂം റിനോവേഷൻ എന്ന കമ്പനിയിലേക്ക് വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർക്കുക, നിങ്ങൾ ഇൻഡീഡ് വഴി ക്വിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് പകരം ഓരോ കമ്പനിയുടെയും വെബ്സൈറ്റ് എടുത്തിട്ട് അവരുടെ കരിയേഴ്സ് എന്നുള്ള ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ആ ജോലിക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അടുത്തത് സീനിയർ സോണോഗ്രാഫറാണ്. വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്, ഇതിവിടെ കൊടുത്തിട്ടുണ്ട് വിസ സ്പോൺസർഷിപ്പ് എന്ന്. അപ്പോൾ അതും ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോബാണ്. $70 to $80 an hour, ഒരു മണിക്കൂറിന് $70-80 ഇവിടെ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റാണ്. ഇൻ്റലിജൻറ്റ് ഹെൽത്ത് കെയർ ഓസ്ട്രേലിയ എന്നാണ് കമ്പനിയുടെ പേര്. അപ്പോൾ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഈ കമ്പനിയുടെ സൈറ്റ് എടുത്തിട്ട് അതിൽ നിന്നും അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഈ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിന് ഡിമാൻഡ് വളരെ കൂടുതലാണ്. അടുത്തത് അക്കൗണ്ടൻസ്, IT, സെയിൽസ്, അതുപോലെ മാർക്കറ്റിംഗ് മാനേജേഴ്സ്, ഷെഫ്, ഇവർക്കൊക്കെയും ജോബ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് PHL ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അവരുടെ വെബ്സൈറ്റ് എടുത്തിട്ട് അതുവഴി അവരെ കോണ്ടാക്ട് ചെയ്യുക. വിസ സ്പോൺസർഷിപ്പുള്ള ഒരുപാട് ജോബ്സ് ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾ ആ ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജോബ് കിട്ടിക്കഴിയുമ്പോൾ അവരായിരിക്കും നിങ്ങൾക്ക് സാലറി തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വൽ സാലറി കിട്ടില്ല കുറേ നാളത്തേക്ക്. അവർ സാലറി തരുമ്പോൾ അവർ കുറച്ച് അവരുടെ സർവീസ് ചാർജായിട്ട് എടുത്തിട്ട് ബാക്കിയായിരിക്കും നിങ്ങൾക്ക് സാലറി തരുന്നത്. എന്നാലും മിനിമം സാലറിയിൽ ഒരിക്കലും കുറയില്ല. അടുത്തത് ഹെയർ സ്റ്റൈലിസ്റ്റാണ്. നാട്ടിലെ ബ്യൂട്ടി പാർലറൊക്കെ നടത്തി തലമുടിയൊക്കെ വെട്ടി പരിചയമുള്ളവർ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ജോബാണ് ഇത്. ഇവിടെ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. അതായത് ചെറുപ്പക്കാർ മുതൽ വയസ്സായവർ വരെ ഹെയർ കളർ ചെയ്യാനും ഹെയർ സ്റ്റൈൽ ചെയ്യാനും ഇതുപോലുള്ള പാർലറുകളിൽ എത്താറുണ്ട്. ആ കമ്പനിയുടെ പേരാണ് ബ്ലോബാർ കമ്പനി. അടുത്തത് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിനെ വീണ്ടും വിളിച്ചിട്ടുണ്ട്. ഇൻ്റലിജൻറ്റ് ഹെൽത്ത് കെയർ ഓസ്ട്രേലിയ, ഈ കമ്പനിയിലൂടെ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. ദെൻ അസിസ്റ്റൻറ്റ് ഹെഡ് ബേക്കറാണ്, ഇതിനും സ്പോൺസർഷിപ്പ് ഉണ്ട്. റസിൻ ബേക്കറി. അടുത്തത് ഹെയർ സ്റ്റൈലിസ്റ്റ് തന്നെയാണ്. ബ്ലോ ആൻഡ് ബാർ കമ്പനിയിൽ അർജൻറ്റായിട്ട് ഹെയർ സ്റ്റൈലിസ്റ്റിനെ ഹയർ ചെയ്യുന്നുണ്ട്. സ്പോൺസർഷിപ്പോടുകൂടി തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പോൾ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് IELTSൻ്റെ ആവശ്യമേ വരുന്നില്ല. അടുത്തത് വീണ്ടും ഹെയർ ഡ്രസ്സറാണ്. സ്റ്റെഫാൻ ഹെയർ ഫാഷൻസ്, അവരുടെ എല്ലാ ജോലിക്കും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വിസ സ്പോൺസർഷിപ്പ് എന്ന്. സ്റ്റെഫാൻ ഹെയർ ഡ്രസ്സർ, സ്റ്റെഫാൻ ഹെയർ ഫാഷൻസിലേക്ക് നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് വഴി ജോലിക്ക് അപ്ലൈ ചെയ്യുക. അടുത്തത് ഷെഫാണ്. IELTS വേണ്ടാതെ ഇങ്ങോട്ട് വരാൻ സാധിക്കുന്ന മറ്റൊരു ജോലി ഷെഫിൻ്റെയാണ്. അവർക്ക് ഹൈ സാലറി ഉണ്ട്, അതുപോലെ തന്നെ വിസ സ്പോൺസർഷിപ്പും ഉണ്ട്. CNC മെക്കാനിസ്റ്റ്, ഇവർക്കും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. ആ കമ്പനിയുടെ പേര് സമ്മേഴ്സ് എൻജിനീയറിംഗ് എന്നാണ്. ഫിസിയോതെറാപ്പിസ്റ്റിന് ഓസ്ട്രേലിയയിലായാലും ന്യൂസിലൻഡിലായാലും ഡിമാൻഡ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ACC അംഗീകരിക്കുന്ന ഒരു കൂട്ടരാണ് ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പോൾ ഇൻ്റലിജൻറ്റ് ഹെൽത്ത് കെയർ ഓസ്ട്രേലിയയാണ് ആ കമ്പനിയുടെ പേര്. ആ കമ്പനി വഴി നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള ജോബിന് അപ്ലൈ ചെയ്യാം. അടുത്തത് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റാണ്. MBA ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ, മാർക്കറ്റിങ്ങിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. അറ്റ്ലസ് എഡ്യൂക്കേഷൻ എന്നാണ് കമ്പനിയുടെ പേര്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് വിസ സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന്. ഇതിൽ ഇത്രയും സാലറിയൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്രയും സാലറി അവരുടെ ഓഫർ ചെയ്യില്ല കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് കിട്ടുന്നൊരു സാലറി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. എന്നാലും മിനിമം സാലറി നിങ്ങൾക്ക് എന്തായാലും കിട്ടണമല്ലോ. ഇനി അടുത്തത്
അടുത്തത് ഇവിടെ ഡോക്ടറൽ റിസർച്ച് ഫെല്ലോസിനെ മെൽബോൺ യൂണിവേഴ്സിറ്റിയിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബോണിൽ ഒരുപാട് ഒഴിവുകളുണ്ട്. അപ്പോൾ അവരുടെ യൂണിവേഴ്സിറ്റി സൈറ്റ് എടുത്തിട്ട് നിങ്ങൾ ആ സൈറ്റിൽ എന്തെല്ലാം കരിയേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവർ അത്തരം ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. സാലറി ഒന്ന് നോക്കിയേ, ഇതിന് ഹൈ സാലറിയുള്ള ജോബാണ്. യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് പേ ചെയ്യുന്നത്. ആ പറയുന്ന സാലറി തന്നെ നിങ്ങൾക്കിവിടെ കിട്ടും. വീണ്ടും ഫിസിയോതെറാപ്പിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. അലീഡ് കണക്ട് എന്നാണ് കമ്പനിയുടെ പേര്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് മെൽബോണിലേക്ക് ഒരുപാട് ലെക്ചറേഴ്സിനെയൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. നിങ്ങളുടെ സബ്ജക്റ്റിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബോണിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് നോക്കുക. വിളിച്ചിട്ടുണ്ട് 1 MED റേഡിയോളജി നെറ്റ്വർക്ക് ഓസ്ട്രേലിയ. ഇതൊക്കെ തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്ന ജോലികളാണ്. വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബാണ് വെറ്റിനറി ഫീൽഡിലുള്ളത്. ഗ്രീൻ ക്രോസ് വെറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് വിസ സ്പോൺസർഷിപ്പോടുകൂടി ഈ ജോബിന് വിളിച്ചിട്ടുള്ളത്. ആനുവൽ സാലറിയെക്കുറിച്ചൊന്നും അവരിതിൽ പറഞ്ഞിട്ടില്ല, എങ്കിലും നമുക്ക് മിനിമം സാലറി ഉറപ്പാണല്ലോ. അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റാണ്. സിഡ്നിയിലെ പ്രൈവറ്റ് പ്രാക്ടീസിന് വേണ്ടിയാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. മെഡിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് വിളിച്ചിട്ടുള്ളത്. ഇതിനും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. വേണമെങ്കിൽ നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. സ്പോൺസർഷിപ്പ് അവൈലബിൾ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൻജിനീയേഴ്സിനെ വിളിച്ചിട്ടുണ്ട് ടെക്നിക്കൽ സർവീസസിന്. ഇവർക്കൊക്കെയും 482 വിസയിൽ വരാൻ പറ്റുന്ന ജോബാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വിസ സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കും. അവർക്ക് വിസയുടെയോ ടിക്കറ്റിൻ്റെയോ പൈസ പോലും ചിലവാകില്ല. ഇതെല്ലാം കമ്പനി തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അസീറ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊരു ഏജൻസിയാണ്. ആ ഏജൻസിയിൽ മൾട്ടിപ്പിൾ വേക്കൻസീസ് ഉണ്ട്. വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ സ്കിൽഡും അൺസ്കിൽഡുമായിട്ടുള്ള ഒരുപാട് ജോലി ഇവിടെ ഒഴിവുണ്ട്. അതുപോലെ പാക്കറ്റ് കോർ എഞ്ചിനീയർ, പ്രിൻസിപ്പൽ പവർ പ്ലാന്റ് എഞ്ചിനീയർ, വെറ്റിനറി ഡയറക്ടർ, ജനറൽ പ്രാക്ടീഷണർ. ഡോക്ടേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. പക്ഷേ അവർക്ക് ഇവിടെ വന്നാൽ നാട്ടിലെ ക്വാളിഫിക്കേഷൻ വെച്ച് ഡോക്ടറായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഒരു ക്യാപ് കോഴ്സ് കൂടി അവർക്കൂടെ ചെയ്യേണ്ടതായിട്ട് വരും. പാനൽ ബീറ്റേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡാമ വിസയാണ് ഇവർക്കിവിടെ ഓഫർ ചെയ്യുന്നത്. AMA കൊളീഷൻ എന്നാണ് ആ കമ്പനിയുടെ പേര്. അതുപോലെ കോമീസ് ഷെഫ്, ഇവർക്കൊക്കെയും തന്നെ എപ്പോഴും വിസ സ്പോൺസർഷിപ്പ് ഉണ്ട്. 482 വിസയ്ക്ക് അവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഷെഫായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. ജോബ്സ് ഡൗൺ അണ്ടർ എന്നാണ് ആ കമ്പനിയുടെ പേര്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ ഉപകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ പോയിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ see you. Bye.